എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ തന്തയല്ല നിൻ്റെ തന്ത, കർഷകനാണ്, കളപറിക്കാൻ വന്നതാണ്. ഇത്തരം സിമ്പിൾ മാസ് ഐറ്റങ്ങളായിരുന്നു ലൂസിഫറിലെങ്കിൽ എമ്പുരാനിൽ മോഹൻലാൽ ഇൻ്റർനാഷണലാണ്. നിസ്സാര കാര്യങ്ങളൊന്നുമല്ല പുള്ളി പരിഹരിക്കുന്നത്, കോംപ്ലക്സ് ഐറ്റംസ്. എന്നാൽ ആ അഹങ്കാരമൊന്നും പുള്ളിക്കില്ല. മാനവരാശിയുടെ നിലനിൽപ്പിനായി തന്നാലായത് എന്തോ ചെയ്യുന്നു എന്ന പോലെ നമുക്ക് എമ്പുരാനിലെ ഓരോ മാസ് ഐറ്റങ്ങൾ എടുക്കാം. മാസ് ഐറ്റം 1, ആഫ്രിക്കയിലെ അടിമക്കമ്പോളമായിരുന്ന സെനഗലിൽ നിന്ന് മനസമാധാനത്തോടെ മയക്കുമരുന്ന് കടത്തിയിരുന്ന ഒരു പാവം കാർട്ടൽ. അവരുടെ 2 കണ്ടെയ്നറുകളും ഒരു ഇൻ്റർപോൾ ഡബിൾ ഏജൻറ്റിനെയും ഗിനിയൻ അതിർത്തിയിൽ വെച്ച് എമ്പുരാൻ ചുട്ടുചാമ്പലാക്കുന്നു. മാസ് ഐറ്റം 2, ഫ്രാൻസിലെ കടലിൽ തരുണീമണികളെയും കൊണ്ട് നൗകയിൽ സഞ്ചരിക്കുകയായിരുന്നു ഒരു പാവം കാർട്ടൽ കിങ്. പുള്ളി എല്ലാ ടെൻഷനിൽ നിന്നും ഒഴിഞ്ഞൊരു ഡ്രിങ്ക് കഴിക്കാൻ നടുക്കടലിൽ വന്നതാണ്. ഒരു സിപ്പെടുത്ത് നോക്കുമ്പോഴുണ്ട് മധ്യ ഗ്ലാസ്സിൽ വെടിയുണ്ട. എമ്പുരാൻ്റെ പണിയാണ്. അതും പോരാഞ്ഞ് അയാളെ നോർത്തേൺ ഇറാഖിലെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കൊട്ടാരത്തിൽ മധ്യസ്ഥതയ്ക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു. മാസ് ഐറ്റം 3, പിറ്റേന്ന് തന്നെ നെടുമ്പുള്ളി ഗ്രാമത്തിലെ ഒരു കുറ്റിക്കാട്ടിൽ 5-6 ഗുണ്ടകൾ ചേർന്ന് രാഷ്ട്രീയ നേതാവ് പ്രിയദർശിനിയെ കൊല്ലാൻ ശ്രമിക്കുന്നു. അയ്യപ്പസ്വാമി ഉണ്ണിമുകുന്ദൻ്റെ രൂപത്തിൽ വരുന്ന പോലെ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ എമ്പുരാൻ ആ 6 ഗുണ്ടകളെയും 6 തവണ വീതം കൊല്ലുന്നു. മാസ് ഐറ്റം 4, യമൻ മരുഭൂമിയിലെ ഡ്യൂണുകളിൽ കയറി നിന്ന് അവിടേക്ക് വരുന്ന വില കൂടിയ വാഹനങ്ങളെ ബൈനോക്കുലർ വെച്ച് ഒരാൾ നിരീക്ഷിക്കുന്നു. മാസ് ഐറ്റം 5, സംസ്ഥാന മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുന്നു. CM-ന് 2 ഓപ്ഷൻ കൊടുക്കുന്നു. ഇനിയുള്ളത് ഒരു റിയൽ ഐറ്റമാണ്. മാസ് ഐറ്റം നമ്പർ 6, ഗുജറാത്ത് കലാപകാലത്ത് 19 പേരെ കൂട്ടക്കൊല ചെയ്യാൻ നേതൃത്വം കൊടുത്തവനെ അതേ സ്പോട്ടിലേക്ക് വിളിച്ചു വരുത്തി കഥ കഴിക്കുന്നു. ഇതൊക്കെ ചെയ്തു കൂട്ടിയത് 2 സൂപ്പർ സ്റ്റാറുകൾ ചേർന്നാണ്, മോഹൻലാലും പൃഥ്വിരാജും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് സ്വന്തമായി ഓരോ തണ്ടല്ലെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണല്ലോ നമ്മൾ കരുതുക. എന്നാൽ 2 പേർക്കും കൂടി ഒരു തണ്ടൽ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പിന്നീടുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മാപ്പ് പറഞ്ഞ് നമ്മൾ വെറുപ്പിക്കില്ലല്ലോ. മാപ്പ് പറയുക എന്നതൊരു മോശം കാര്യമല്ല, പക്ഷേ അതിന് നമുക്കൊരു തെറ്റ് പറ്റണ്ടേ? നാം മനുഷ്യരാണ്, തെറ്റ് പറ്റാം. പക്ഷേ ഇവിടെ എന്താണ് തെറ്റ് പറ്റിയത്? രാഷ്ട്രീയം പറഞ്ഞതാണോ? അതെങ്ങനെയാണ് തെറ്റാവുക? സിനിമയിൽ രാഷ്ട്രീയം വരും, അത് സ്വാഭാവികമായൊരു കാര്യം മാത്രം. 2002 ഗുജറാത്തിൽ നടന്ന കൂട്ടക്കൊലകൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താണ് അതിലൊരു തെറ്റ്? കോടതിക്ക് മുമ്പിൽ വന്നതും ശിക്ഷിക്കപ്പെട്ടതുമായ കാര്യങ്ങളാണ് അതിൽ പലതും. പല കേസുകളിലും പ്രതികൾ സംഘപരിവാരമാണ് എന്നതും സത്യം തന്നെയാണ്. അത് ചിത്രീകരിച്ചാൽ എങ്ങനെയാണ് തെറ്റാവുന്നത്? കാശ്മീർ ഫയൽസ് എന്നൊരു സിനിമ വന്നു. 260-ൽ പരം കാശ്മീർ പണ്ഡിറ്റുകളെ കൊല്ലുകയും 1 ലക്ഷം പണ്ഡിറ്റുകളെ കാശ്മീരിൽ നിന്ന് ഓടിക്കുകയും ചെയ്ത ഒരു ഭീകര സംഭവമാണ് അതിൽ പരാമർശിക്കപ്പെട്ടത്. ആ വിഷയം ഒരു സിനിമയാക്കി എടുത്താൽ അതിലെന്താണ് ഒരു തെറ്റ്? നമ്മൾ ഈ സാഹോദര്യം എന്ന സങ്കല്പം ഒളിച്ചു വെച്ചും നുണ പറഞ്ഞും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. സത്യസന്ധതയും ആവിഷ്കാരവുമാണ് മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നത്, നുണയും പൂഴ്ത്തിവെപ്പുമല്ല. എമ്പുരാൻ എന്ന സിനിമയിൽ ഏറ്റവും സിനിമാറ്റിക്കായി ചിത്രീകരിച്ച സീനാണ് ഗുജറാത്ത് കലാപത്തെ ഓർമ്മിപ്പിക്കുന്ന ആ സീനുകൾ. അത് വെറുതെ പറയുന്ന കാര്യമല്ല, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതിലേറ്റവും കൂടുതൽ ലൈഫുള്ള സീൻ അതാണ്. അതുപോലെ തന്നെ റിയലിസ്റ്റിക്കായ സീൻ അതാണ്. അത് വെട്ടിക്കളഞ്ഞോളാമേ എന്നാണ് മോഹൻലാൽ ഇപ്പോൾ ഏറ്റുപറയുന്നത്. മിസ്റ്റർ പൃഥ്വിരാജ്, നിങ്ങൾ ആ പോസ്റ്റ് ഷെയർ ചെയ്ത ആളാണ്. നിങ്ങളുണ്ടാക്കിയ ഈ സിനിമയോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? കോടികളുടെ പ്രതിഫലം വാങ്ങിക്കുന്ന നിങ്ങൾക്കൊക്കെ ഈ ആത്മാഭിമാനത്തിൻ്റെ വില എന്താണെന്ന് അറിയാതെ പോയതിൽ വളരെയധികം വിഷമമുണ്ട്. 80-100 കിലോ വരുന്ന നമ്മുടെ ശരീരം നിലനിർത്താൻ സർക്കാർ 2 രൂപയ്ക്ക് കൊടുക്കുന്ന അരി തന്നെ മതിയാകും, കോടികളൊന്നും വേണ്ട. എന്നാൽ ആത്മാഭിമാനം നിലനിർത്തി ജീവിക്കുക എന്നതിനേക്കാൾ എന്താണ് വലിയ ഒരു സംഗതി പിന്നെ എന്താണുള്ളത്? യേശു 2000 കൊല്ലം മുമ്പ് തന്നെ നിങ്ങളെപ്പോലുള്ള ആളുകളെ മുൻകൂട്ടി കണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ബൈബിളിൽ വായിച്ചതാണ്. ഒരുവൻ സർവ്വവും നേടിയാലും ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്നാണ് അദ്ദേഹം അതിൽ ചോദിച്ചത്. ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള ആളുകളെ കണ്ടിട്ടാണ്. കാരണം മാപ്പ് പറയാൻ മാത്രമുള്ള പ്രഷർ ഒന്നും ഇവിടെ കാണുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു വിമർശനം പറയുകയില്ല.
ഗുജറാത്ത് കലാപം എന്ന് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ചില ആളുകൾ ഇവിടെയുണ്ട്. അവർ ചില പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്തുന്നു എന്നതിൽ കവിഞ്ഞ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി അതുമൂലം കളക്ഷൻ കുറഞ്ഞു എന്ന് വയ്ക്കുക. എന്നാൽ പോലും നമുക്ക് മനസ്സിലാക്കാമല്ലോ. കാരണം ഇത്തരം സിനിമകൾ ഒരു കച്ചവടവും കൂടിയാണല്ലോ. ഹിന്ദുത്വ ക്യാമ്പുകളിൽ കരച്ചിലുണ്ടായിരുന്നു, പല്ലുകടി ഉണ്ടായിരുന്നു, എന്നാൽ ടോട്ടൽ പ്രഷർ കുറവായിരുന്നു. ഇതിലും കൂടുതൽ പ്രഷർ അനുഭവിച്ച സിനിമയായിരുന്നു കേരള സ്റ്റോറി. എന്തായിരുന്നു അപ്പോഴുണ്ടായിരുന്ന വിമർശനങ്ങൾ? റിലീസ് ചെയ്യാൻ മതിയായ തിയേറ്ററുകൾ പോലും മുതലാളിമാർ കൊടുത്തില്ല. തല്ലിപ്പൊളിക്കുമോ എന്ന ഭയം. അതുമൂലം വളരെ കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമേ ആ പടം റിലീസ് ചെയ്തുള്ളൂ. എന്നിട്ട് പോലും അവരൊന്നും മാപ്പ് പറയുന്നത് നമ്മൾ കണ്ടില്ല. അതാണ് ട്രൂ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം. കുറേ കോടികൾ ഉണ്ടാക്കി അതിൻ്റെ മേലെ കിടന്നാൽ ഒന്നും നമുക്കിത് കിട്ടില്ല. ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ വെല്ലുവിളിക്കുന്നവർ ആരായാലും അവർക്ക് മുന്നിൽ കീഴടങ്ങി ശീലിക്കുന്നത് നല്ല കാര്യമല്ല. പരമാവധി നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം. ആദ്യം തന്നെ കീഴടങ്ങരുത്. കാരണം ഇത് പിന്നീടൊരു കീഴ്വഴക്കമാകും. നമ്മൾ തീരെ പറ്റാണ്ടായാൽ, അതായത് ജീവനാണ് വലുത് എന്ന ഘട്ടം വന്നാൽ നമ്മൾ ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്തേക്കാം. അല്ലാതെ ഇങ്ങനെ നട്ടല് വളയ്ക്കാൻ മാത്രം ഇത് ഒരു ഹിന്ദു രാഷ്ട്രമൊന്നും ആയിട്ടില്ലല്ലോ. ഒരു കാര്യം അറിയാം, മതങ്ങളും അവരുടെ ആൾക്കൂട്ടങ്ങളും ആവിഷ്കാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സമൂഹം അത് എത്രമാത്രം പഴഞ്ചനും പ്രാകൃതവുമാണ്. നമ്മൾ അവിടെ നിന്ന് പോന്നതാണ്. സ്വാതന്ത്ര്യത്തിലേക്കും ജനാധിപത്യത്തിലേക്കും മതേതരത്തിലേക്കും നമ്മൾ പുറപ്പെട്ടിട്ട് 75 കൊല്ലം കഴിഞ്ഞു. അവിടേക്കാണ് ഈ മാപ്പു രാജാക്കന്മാർ നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത്. നന്ദി, നമസ്കാരം.